ചില സമയത്ത് ഇപ്പോൾ റീൽസ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചിലപ്പം വീഡിയോക്ക് വേണ്ടിയിട്ടാവില്ല, ഓഡിയോക്ക് വേണ്ടിയിട്ടാവും. അപ്പം അല്ല ജമാൽ, ഒരു സംശയം. അതായത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ്, യൂട്യൂബിലെ വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ്, അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുന്നേ വരെ എന്തെങ്കിലും ചെയ്തതിനു വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ റീല് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാൻ അതിൻ്റെ കോപ്പി ലിങ്ക് എടുത്തിട്ട് നേരെ സഫാരി പോയിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് ഡൗൺലോഡർ, യൂട്യൂബ് റീൽസ് ഡൗൺലോഡർ, അങ്ങനെ ഓരോന്നിനും ഓരോരോ പേരടിച്ച് നമുക്ക് സുഖമായിട്ട് കിട്ടും. ഓരോരോ സൈറ്റ് തപ്പണ നേരം കൊണ്ട് ഞാൻ വേറൊരു സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ആഹാ കൺവേർട്ട് എന്നാണ് സൈറ്റിൻ്റെ പേര്. ആഹാ കൺവേർട്ട് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് ഈ സൈറ്റിലേക്ക് എത്താൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ റീൽസ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചിലപ്പം വീഡിയോക്ക് വേണ്ടിയിട്ടാവില്ല, ഓഡിയോക്ക് വേണ്ടിയിട്ടാവും. ഇൻസ്റ്റാഗ്രാമത്തെ ആയിക്കോട്ടെ, ഫേസ്ബുക്കത്തെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ യൂട്യൂബത്തെ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് വീഡിയോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വേറെ സൈറ്റ് തപ്പി പോകണ്ട. നമ്മൾ ആവശ്യം എന്താണോ അത് നമുക്ക് ഈ സൈറ്റിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് വന്നിട്ട് നേരെ URL കൊടുത്തിട്ട്, ഞാനിപ്പോൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച റീലിൻ്റെ URL നമ്മുടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ക്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോർമാറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഡിയോ ആയിട്ട് വേണമെങ്കിൽ MP3 ആയിട്ട് എടുക്കാം. ഇനി അതല്ല നമുക്ക് വേറെ നമുക്ക് ഏത് ഇതിലാണോ വേണ്ടത് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ റീലിൻ്റെ സൗണ്ട് മാത്രം സെലക്ട് ചെയ്ത് കണ്ട് ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്കത് എന്തായിട്ട് കിട്ടും, അത് സൗണ്ട് മാത്രമായിട്ട് ഡൗൺലോഡ് ആയിക്കാണ്ട് എനിക്ക് ആ ഫയൽ അവിടെ ലഭിക്കും. ഇത് കുറെ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ എന്തുണ്ടാവും അറിയാൻ മതിയാവും. അപ്പോൾ ഓലെ സംബന്ധിച്ച് ഇതിപ്പോൾ ചിലപ്പോൾ എന്ത് കാര്യം എന്നുള്ളത് ഉണ്ടാവില്ല. അറിയാത്തവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്നുകൊണ്ട് മാറി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.